ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ യു ജി കേബിൾസിൻ്റെ പല ടൈപ്സുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു ടൈപ്സും കൂടി നമുക്കിനി പറയണ്ടായിരുന്നു. അതായത് പ്രഷർ കേബിൾ എന്ന് പറയുന്ന സെക്ഷനും കൂടിയാണ് പറയാനുള്ളത്. അപ്പോൾ അതിന് മുന്നുള്ള രണ്ട് സെക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അണ്ടർഗ്രൗണ്ട് കേബിൾസിൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ ബേസിൽ യു ജി കേബിൾസിൽ പ്രഷർ കേബിൾസും കൂടിയാണ് ഇനി പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ അതും പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ എങ്ങനെയാണ് നമ്മൾ യു ജി കേബിൾസ് ലൈൻ ചെയ്യുന്നത്, അതായത് എന്താണ് ഇപ്പോൾ പറയുക, ഏതൊക്കെ വിധത്തിലാണ് നമുക്കിപ്പോൾ ഒരു ആവശ്യത്തിനായിട്ട്, ഇപ്പോൾ ഒരു ബിൽഡിംഗ് ആവശ്യത്തിനാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചെറിയ കോമ്പൗണ്ട്, ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സബ്സ്റ്റേഷൻ കോമ്പൗണ്ടോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ചെറിയ ചെറിയ ഫാക്ടറികളുടെ കോമ്പൗണ്ടോ ഒക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ എങ്ങനെയാണ് യു ജി കേബിൾ ലൈൻ ചെയ്യേണ്ടത്, അതായത് അത് ഇടേണ്ടത് എങ്ങനെയാണ്, അതിൻ്റെ പാത്ത് എങ്ങനെ തീരുമാനിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ പ്രഷർ കേബിൾസിൻ്റെ സെക്ഷനാണ് നമ്മൾ തുടങ്ങുന്നത്. ഇതിന് മുൻപുള്ള രണ്ട് ടൈപ്പ് കേബിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രഷർ കേബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 66 കിലോ വോൾട്ടിന് മുകളിൽ വരുന്ന വോൾട്ടേജ് റേറ്റ് വരുന്നവരെ കടത്തിവിടാൻ വേണ്ടിയിട്ട്, അത്രയും വലിയ വോൾട്ടേജ് കടത്തിവിടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് പ്രഷർ കേബിൾസ്. പക്ഷേ ഇങ്ങനെ ഉപയോഗിക്കുന്നതിലുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ, സാധാരണ കേബിൾസ് അതായത് പ്രഷർ കേബിൾസ് 66 കിലോ വോൾട്ടിന് മുകളിൽ കടത്തിവിടാൻ പറ്റുന്നതാണ്. പക്ഷേ ഈ പ്രഷർ കേബിൾസിൽ ചെയ്തു വെച്ചിരിക്കുന്ന സംവിധാനം ഇല്ലാതെ നമ്മൾ ഈ 66 കിലോ വോൾട്ടിന്, അതായത് പ്രഷർ അപ്ലൈ ചെയ്യുക എന്നുള്ള സംവിധാനമാണ് പറഞ്ഞത്. അപ്പോൾ അതില്ലാതെ 66 കിലോ വോൾട്ടിന് മുകളിലാണ് നമ്മൾ വോൾട്ടേജ് കൊടുക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? സാധാരണ ഇൻസുലേഷൻ ബ്രേക്ക് ഡൗൺ ആവും. ഇൻസുലേഷൻ ബ്രേക്ക് ഡൗൺ ആവുക എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മളിപ്പോൾ ഒരു സാധാ കേബിൾ, അതായത് എന്താ പറയുക, നമ്മൾ സാധാരണ കാണുന്ന ഒരു വയറിൽ ഇൻസുലേഷൻ ഉണ്ടാവും, ഉള്ളിൽ കമ്പികളുണ്ടാവും കറണ്ട് കടത്തിവിടുന്നത്. അപ്പോൾ നമ്മൾ ആ ഇൻസുലേഷന്മേൽ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ? ആ കമ്പിയിലൂടെയും കറണ്ട് കമ്പിയിലൂടെ പോകുന്ന കറണ്ട് ഇൻസുലേഷനിലൂടെയും കടന്നു പോകുന്നുണ്ട് എന്നാണ്. അപ്പോൾ അതിനാണ് ഇൻസുലേഷൻ ബ്രേക്ക് ഡൗൺ ആയെന്ന് പറയുന്നത്. അതായത് ഇൻസുലേഷനിലൂടെ കറണ്ട് കടന്നു പോകാൻ തുടങ്ങിയിട്ടുണ്ട്, അതിനാണ് ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആവാൻ പാടില്ല. കാരണം എന്താ? നമ്മൾ യു ജി കേബിൾസ് ലൈൻ ചെയ്യുന്നത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ, ഇൻസുലേഷൻ ബ്രേക്ക് ഡൗൺ ആയിക്കഴിഞ്ഞാൽ തന്നെ പിന്നെ എന്തായി, അവിടെ ഷോർട്ട് സർക്യൂട്ട് അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രഷർ കേബിൾസിൽ ഒരു പ്രത്യേക സംവിധാനം ഉണ്ടാക്കുന്നുണ്ട്. അതായത് പ്രഷർ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്, ഒരു എക്സ്റ്റേണൽ ആയിട്ട് പ്രഷർ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രഷർ അപ്ലൈ ചെയ്യുന്നത് എന്തിനാണെന്ന് കൂടെ മനസ്സിലാക്കണം, അല്ലെങ്കിൽ എങ്ങനെയാണ് ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നതെന്ന് കൂടെ അറിയണം. അപ്പോൾ ബ്രേക്ക് ഡൗൺ സംഭവിക്കാനുള്ള മെയിനായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഏത് മെറ്റീരിയൽ നിർമ്മിക്കുകയാണെന്നുണ്ടെങ്കിലും അതിനകത്ത് എന്തുണ്ടായിരിക്കും? ഒരു വോയിഡ് ഉണ്ടായിരിക്കും. വോയിഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം കൃത്യമായിട്ട് ആറ്റംസോ അല്ലെങ്കിൽ പാർട്ടിക്കിൾസോ അടിഞ്ഞു കൂടാതെ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും, ഒരു പാർട്ടിക്കിൾ ഇല്ലാത്ത അവസ്ഥ എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ ഈ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങൾ ചില മെറ്റീരിയലുകളിൽ ഉണ്ടാവും. അതായത് ഒന്നാമത്തെ നമ്മുടെ കൺസ്ട്രക്ഷൻ്റെ രീതി മോശമാവുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ആ മെറ്റീരിയൽ അങ്ങനെ തന്നെ ആയിരിക്കും അതിൻ്റെ സ്ട്രക്ചർ എന്നുള്ളത്. ചില മെറ്റീരിയലുകൾ അങ്ങനെയാണ്, സ്ട്രക്ചർ ചിലപ്പോൾ അങ്ങനെ ആയിക്കൂടായില്ല. അപ്പോൾ ആ കാരണം കൊണ്ട് തന്നെ വോയിഡ്സ് പ്രസൻറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇൻസുലേഷനുകളിലൊക്കെ. അപ്പോൾ ഇൻസുലേഷനുകളിൽ ഇങ്ങനെ വോയിഡ്സ് ഉണ്ടാകുമ്പോൾ 66 കിലോ വോൾട്ടിന് മുകളിലാണ് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ കേബിൾസിൽ കവർ ചെയ്യുന്ന ഇൻസുലേഷൻ ബ്രേക്ക് ഡൗൺ സംഭവിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം അതിനുള്ളിൽ കൂടെ കറണ്ട് കടന്നു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? പ്രഷർ അപ്ലൈ ചെയ്തുകൊണ്ടുള്ള ഇൻസുലേഷൻ സെറ്റപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ്? ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് പ്രഷറിങ് ഏജൻസിനെ നമ്മളെ ഇൻസുലേഷൻ്റെ ചുറ്റും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ തരത്തിലാണ് എന്നുള്ളതിനനുസരിച്ച് നമ്മൾ കൊടുക്കുന്നത് ഓയിൽ ഫില്ലഡും ഗ്യാസ് പ്രഷറുമാണ്. ഈ രണ്ട് ടൈപ്പ് കേബിൾസാണ് പ്രഷർ കേബിൾസിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. അതായത് നമ്മൾ കൊടുക്കുന്നത് പ്രഷർ ചെലുത്താൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഉപകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് വരുന്നത്. അതായത് ഒന്നെങ്കിൽ ഓയിൽ ഫിൽഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഗ്യാസ് ഫിൽഡ് പ്രഷർ ആയിരിക്കാം. അപ്പോൾ ഓയിൽ ഫിൽഡ് കേബിൾസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഓയിൽ ഫിൽഡ് കേബിൾസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഒരു 500 മീറ്റർ അല്ലെങ്കിൽ 600 മീറ്റർ വരെ റേഞ്ചിലായിരിക്കും ഈ കേബിൾസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കുന്ന ഈ കേബിൾസിന് ചുറ്റും സാധാരണ ഇൻസുലേഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ മുകളിലൂടെ ഓയിൽ കണ്ടക്റ്റിംഗ് ഡക്റ്റുകൾ ഉണ്ടാവും. ഓയിൽ കണ്ടക്റ്റിംഗ് ഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചെറിയ ഹോള് കൂടെ, സാധാരണ കണ്ടക്ടർ പോകുന്ന പോലെ തന്നെ അതിൻ്റെ പുറത്തു കൂടെ
ഒരു ചെറിയ ഹോള് അല്ലെങ്കിൽ ഒരു ക്യാവിറ്റി ഉണ്ടായിരിക്കും, കുഴൽ പോലെ. അപ്പോൾ ആ കുഴലിൻ്റെ ഉള്ളിൽ കൂടെ എന്താണ് ചലിപ്പിക്കുന്നത്? ഓയിൽ നമ്മൾ പുറത്തുനിന്ന് പ്രഷറോ അല്ലെങ്കിൽ പമ്പിങ്ങോ ഒക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യണം, ആ ഒരു കോയിലല്ല, നമ്മൾ പറഞ്ഞിട്ടുള്ള കണ്ടക്റ്റിംഗ് അല്ല, ആ പാത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള ചാനൽസിലൂടെ എന്ത് ചെയ്യുക, ഓയിൽസ് കടത്തി വിടാൻ വേണ്ടി മാത്രം ചാനൽസ് അതിൻ്റെ ഈ ഇൻസുലേഷനിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ചാനൽസിലൂടെ ഇങ്ങനെ കടത്തി വിടും പ്രഷർ. നമ്മളെ പുറത്തുനിന്ന് എന്ത് ചെയ്തിട്ട് പ്രഷർ ചെയ്യുക മീൻസ് എന്താണ്, നമ്മൾ ഫോഴ്സ് കൊടുത്തിട്ട് തന്നെ ചലിപ്പിച്ച് വിടുക. അപ്പോൾ അങ്ങനെ ചലിപ്പിച്ച് വിടുമ്പോൾ ഈ ഓയിൽ അതിലൂടെ പോകുന്നതിൻ്റെ പ്രഷർ ഉള്ളത് കൊണ്ട് ഒരു വിധത്തിൽ വോയിഡ്സ് ഒക്കെ എന്ത് ചെയ്യും, ഒഴിവായിട്ട് പോകും. വോയിഡ്സ് ഒക്കെ ഒഴിവാകുമെന്ന് ഉദ്ദേശിച്ച് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ വോയിഡ്സ് ഒക്കെ ചുരുങ്ങുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ കാരണം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനത്തെ കേബിളിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, 66 കിലോ വോൾട്ടിൻ്റെ മുകളിലേക്ക് കൊണ്ടുവരാൻ പറ്റും. വൈദ്യുതി 66 കിലോ വോൾട്ടിന് മുകളിലുള്ള വോൾട്ടേജ് റേഞ്ചിലുള്ള ആപ്ലിക്കേഷനുകളിലൊക്കെ ഇത് സാധിക്കുന്നതാണ്. ഏകദേശം വരുന്നത് ഈ പോയിന്റ് നോക്കിയാൽ തന്നെ അറിയാം, 66 മുതൽ 230 കിലോ വോൾട്ട് വരെ ഇത് സാധിക്കുന്നതാണ് പറഞ്ഞത്. പിന്നെ ഈ ഓയിൽസ് കടത്തിവിടാൻ ഉപയോഗിക്കുന്നത് ഓയിൽ അണ്ടർ പ്രഷർ കംപ്രസസ് ദ ലെയേഴ്സ് ഓഫ് പേപ്പർ ഇൻസുലേഷൻ ആൻഡ് ഈസ് ഫോഴ്സ്ഡ് ഇൻ ടു എനി വോയിഡ്സ് ദാറ്റ് മേ ഹാവ് ഫോംഡ് ബിറ്റ്വീൻ ദ ലെയർ. അപ്പോൾ ലെയറിൻ്റെ ഇടയിൽ ഫോം ചെയ്യുന്ന പേപ്പർ ഇൻസുലേഷൻ വെക്കുന്ന സമയത്ത് ചിലപ്പോൾ ഗ്യാപ്പുകൾ ഉണ്ടാവാം. അപ്പോൾ ആ ഗ്യാപ്പുകളെയും കൂടെ എന്ത് ചെയ്യാൻ പറ്റും, എന്താണ്, ഇവർക്ക് കറക്റ്റായിട്ട് പ്രഷർ അപ്ലൈ ചെയ്തിട്ട് ഞെരുക്കിയിട്ട് ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിലാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇനി ഓയിൽ ഫില്ലഡ് കേബിൾസ് 3 ടൈപ്പാണുള്ളത്. സിംഗിൾ കോർ കണ്ടക്ടർ ചാനലുണ്ട്, സിംഗിൾ കോർ ഷീത്ത് ചാനലുണ്ട്, 3 കോർ ഫില്ലഡ് സ്പേസ് ചാനലുണ്ട്. അതായത് സാധാരണ കണ്ടക്ടർ പോലെ തന്നെ, അതായത് സാധാരണ ഒരു UG കേബിൾ പോലെ തന്നെ സിംഗിൾ കോർ 3 കോർ എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ. പക്ഷേ ഇവിടെ കോറിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്, ഓയിൽ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ കുഴലിലൂടെ കടത്തിവിടുന്ന ഓയിലിൻ്റെ എണ്ണത്തിനനുസരിച്ചാണ് കണ്ടക്ടർ ചാനൽ സിംഗിൾ കോറിൽ വരുന്നത്, അതേപോലെ തന്നെ ഷീത്തിലൂടെ സിംഗിൾ കോറിൽ വരുന്നത്, 3 കോറിൽ വരുന്നത് എന്നൊക്കെയുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫിഗറുകളാണ് ഈ കാണിച്ചുള്ളത്. ഫസ്റ്റ് തന്നെ സിംഗിൾ കോർ കണ്ടക്ടർ ചാനൽ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാണാൻ പറ്റും എന്താണ്, ഫസ്റ്റ് ഒരു ഓയിൽ ഡക്റ്റ് ഉണ്ട്, അതിൻ്റെ മുകളിൽ പേപ്പർ ഇൻസുലേഷൻ, അതിൻ്റെ ഇടയിലായിട്ടാണ് എന്ത് ചോദിച്ചിരുന്നത്, കണ്ടക്ടറുകൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓയിൽ ഡക്റ്റുകൾ നമ്മൾ അതിൻ്റെ സെൻട്രലായിട്ട് കൊടുക്കും, അതിൻ്റെ മേലെ കൂടി കണ്ടക്ടർ കൊടുക്കും. പിന്നെ അതിന് പുറത്താണ് പേപ്പർ ഇൻസുലേഷൻ ചെയ്തിട്ടുള്ളത്, ഒരു തിക്ക് ലെയറായിട്ട്. അപ്പോൾ ഈ ഓയിൽ ഡക്റ്റിൽ പ്രഷർ വരുമ്പോൾ എന്ത് ചെയ്യും, കണ്ടക്ടറുകൾ നല്ല വൈഡായിട്ട് നിൽക്കുകയും ചെയ്യും, പേപ്പറിനെ നല്ല അമർത്തിയിട്ടാണ് നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പേപ്പർ ഇൻസുലേഷൻ്റെ ഇടയിലുള്ള ഗ്യാപ്പുകളൊക്കെ ഒഴിവായിട്ട് അവിടെ എയർ ഗ്യാപ്പുകൾ ഇല്ലാതാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ 3 കോർ ഓയിൽ ഫിൽഡ് കേബിൾസ് നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ സാധാരണ പോലെ 3 കോർ അവൈലബിൾ ആണ്. പക്ഷേ അതിൻ്റെ ഉള്ളിലൂടെ വേറൊരു 3 കോർ ഓയിൽ ഡക്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓയിൽ ഡക്റ്റുകളിലൂടെ ഓയിൽ പാസ് ചെയ്യുന്ന സമയത്ത് പ്രഷർ വരും. അപ്പോൾ പ്രഷർ കൊണ്ട് എന്ത് ചെയ്യും, ഈ ഇൻസുലേഷൻസിനെ നമുക്ക് എന്ത് ചെയ്യും, ഒന്ന് ഞെരുക്കി പിടിക്കാനായിട്ട് സാധിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഓയിൽ ഫിൽഡ് കേബിൾസ് എന്നുള്ളത് അതും ഇത് തന്നെ കണ്ടക്ടർ ഉള്ളിലുള്ള കണ്ടക്ടർ കേബിൾസ് ആണ്. അതിന് പുറത്തായിട്ട് പേപ്പർ ഇൻസുലേഷൻ ഉണ്ട്. പേപ്പർ ഇൻസുലേഷൻ്റെ പുറത്ത് ഷീത്തിന് പകരം എന്താണ്, നമ്മൾ ഉപയോഗിക്കുന്ന ലെഡ് ഷീത്തിന് പകരം എന്തുപയോഗിച്ചിട്ടുണ്ട്, ഓയിൽ ചാനൽസ് റൗണ്ട് ചെയ്തിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ഇൻസുലേഷൻസ് നല്ല പ്രസ് ചെയ്യുന്ന രീതിയിൽ ഇവിടെ അടുക്കി വെക്കാൻ പറ്റുന്ന രീതിയിൽ ഓയിൽ പ്രഷർ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് മൂന്നുമാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഓയിൽ ഫില്ലഡ് കേബിൾസിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്താണ്, ഓയിൽ ഫില്ല് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഓയിൽ പോകാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ളൊരു കണ്ടക്റ്റിംഗ് ചാനൽ അവിടെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അതിലൂടെ ഇവരുടെ പ്രഷർ കാരണമാണ് എന്ത് ചെയ്യുന്നത്, ഇവർ ചെലുത്തുന്ന പ്രഷർ കാരണം ഈ ഒരു കണ്ടക്ടർ ഷീറ്റ് വലിഞ്ഞു നിൽക്കുക അല്ലെങ്കിൽ ഒതുങ്ങി നിൽക്കുകയൊക്കെ ചെയ്യും. അത്രയാണ് പറയാനുള്ളത്. ഇനി അടുത്തത് ഗ്യാസ് പ്രഷർ കേബിൾസ് ആണ്. ഇതേ സെയിം അപ്ലിക്കേഷൻ തന്നെയാണ്, പക്ഷേ ഓയിൽ ഫില്ല് ചെയ്യുന്നതിന് പകരം നമ്മൾ ഗ്യാസാണ് ഫില്ല് ചെയ്യുക. അപ്പോൾ ആ ഗ്യാസ് ഫില്ല് ചെയ്യുന്നതിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് N2 അങ്ങനത്തെ, അതായത് പെട്ടെന്ന് ബേൺ ചെയ്യാത്ത അല്ലെങ്കിൽ അങ്ങനെയുള്ള ടൈപ്പ് ഗ്യാസുകളാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഹൈ പ്രഷറിൽ അയണൈസേഷൻ ആവാത്ത രീതിയിലുള്ളതും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് എന്താണ്,
വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ അതിൽ കൊടുക്കേണ്ട പ്രഷറും ഇൻക്രീസ് ചെയ്യണം അല്ലേ? കാരണം വോൾട്ടേജ് കൂടിക്കഴിഞ്ഞാൽ വോയിഡ്സിൻ്റെ എണ്ണം അനുസരിച്ച് ചിലപ്പോൾ എന്തുണ്ടാവും, അവിടെ ബ്രേക്ക് ഡൗൺ സംഭവിക്കും. അപ്പോൾ വോയിഡ്സ് മാക്സിമം ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലോണം പ്രഷർ അപ്ലൈ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ വോൾട്ടേജും പ്രഷർ നമ്മൾ കൊടുക്കുന്നതും തമ്മിലൊരു ഡയറക്റ്റ് റിലേഷനാണ് അവിടെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ഹൈ പ്രഷർ അവിടെ എന്ത് ചെയ്യേണ്ടി വരും, അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അയണൈസ് ചെയ്തിട്ടുള്ള ഗ്യാസ് ഫോംസ് ആണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്താണ് റേഡിയൽ കംപ്രഷൻ, അല്ലെങ്കിൽ എന്താണ് റേഡിയൽ കംപ്രഷൻ എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളിൽ അകത്തോട്ട് അമർത്തി പിടിക്കുന്ന പോലത്തെ ഒരു ഇത് വരും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ വോയിഡ്സിനെ കൃത്യമായിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് തന്നെയാണ് നേരത്തെ പറഞ്ഞ അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് ഗ്യാസിലും ഉപയോഗിക്കുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ അറേഞ്ച്മെൻറ്റിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഇവിടെ കാണുന്നുണ്ട് എക്സ്റ്റേണൽ പ്രഷർ കേബിൾ എന്ന് പറയുന്ന ഈ അറേഞ്ച്മെൻറ്റ്, ഈ ഹോട്ട്സ്റ്റാർ വോഗൽ ബൗഡൻ എന്ന് പറയുന്ന ഈ ഒരു സ്ട്രക്ചർ ഇവർ 3 പേരും ഡിസൈൻ ചെയ്തിട്ടുള്ള സ്ട്രക്ചറാണ്. അവർ ഡിസൈൻ ചെയ്തിട്ടുള്ള കേബിളാണ്. അപ്പോൾ ഈ കേബിളിൻ്റെയാണ് ഈ ഒരു സ്ട്രക്ചർ കാണുന്നത്. ഇതിൽ വേക്കൻ്റായി കിടക്കുന്ന ഇടത്തിനെയാണ് എന്തെന്ന് പറയുന്നത് ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ടാവുക. ബാക്കി സാധാരണ പോലെ തന്നെ 3 കോറും അതിൽ വരുന്ന ഷീത്ത് ലൈനിങ്ങും ഫൈബ്രസ് ലൈനിങ്ങും ഒക്കെ അതിൻ്റെ മുകളിലുണ്ട്. അതിൻ്റെ പുറത്താണ് എന്ത് വരുന്നത്, ഈ ഒരു ഗ്യാസ് ഫില്ലിങ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഗ്യാസ് കേബിൾസിൻ്റെ ഒരു സെക്ഷനായിട്ട് ഇതിൽ നമുക്ക് പറയാനുള്ളത്. രണ്ടും ഒരേ കാര്യം തന്നെയാണ്. രണ്ട് ഇത് പറയുകയാണെങ്കിലും ഗ്യാസ് പ്രഷർ കേബിൾസ് ആണെങ്കിലും അതിന് മുന്നേ പറഞ്ഞിട്ടുള്ള ഓയിൽ ഫില്ലഡ് കേബിൾസ് ആണെങ്കിലും നമ്മൾക്ക് ഇത്രേ പറയാനുള്ളൂ. റിമൂവൽ ഓഫ് വോയിഡ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് മാക്സിമം ചെയ്യുന്നത്, ഈ പ്രഷർ എക്സേർട്ട് ചെയ്യുന്നത്. ഇനി UG കേബിൾസ് ലൈനിങ് ചെയ്യാനായിട്ടുള്ള മെത്തേഡുകളാണ്. പക്ഷേ മെത്തേഡുകളായിട്ട് പറയുന്നില്ല, ഡിഫറെൻറ്റ് മെത്തേഡ്സ് നമ്മൾ പറയുന്നില്ല, അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ എന്തൊക്കെയാണ് നമ്മളതിൽ കാണാനുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്, ഏതൊക്കെ തരത്തിൽ ഉപയോഗിക്കാമെന്നുള്ളതിൻ്റെ പോയിൻറ്റ്സ് മാത്രം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മെത്തേഡ്സ് ആയിട്ട് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ അണ്ടർഗ്രൗണ്ടിൽ കൂടെ ഡയറക്റ്റായിട്ട് കൊണ്ടുവരാം. ചില സമയത്ത് അണ്ടർഗ്രൗണ്ടിൽ ഡയറക്റ്റായിട്ടെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മൾ നേരെ മണ്ണിൽ കുഴി ഉണ്ടാക്കി അതിൽ വെച്ചിട്ട് കൊണ്ടുവരാം. പക്ഷേ അങ്ങനെ ഉണ്ടാക്കുന്നതിൽ കുറച്ച് സേഫ്റ്റി മെഷേഴ്സ് ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന UG കേബിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ എക്കണോമിക്കലായിട്ട് കുറേ പണം ചിലവാക്കിയിട്ടാണ് നമ്മൾ എന്തായാലും ഈ സെറ്റപ്പുകൾ ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതുപോലെ തന്നെ കണ്ടക്റ്റിംഗ് ഈ ഡയറക്റ്റ് ഗ്രൗണ്ടിലൂടെ കൊടുക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് വേണ്ടിയിട്ടുള്ള ട്രാക്കുകൾ അല്ലെങ്കിൽ പാത്തുകൾ, ടണലുകളൊക്കെ ഉണ്ടാക്കാം. അങ്ങനത്തെ രീതിയിലും വേണമെങ്കിൽ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ലൈങ് ഓൺ ട്രാക്സ് അല്ലെങ്കിൽ കേബിൾ ടണലുകളൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അതേപോലെ എയറിൽ നമ്മൾ വായുവിൽ കൂടി തന്നെ ചില ബിൽഡിങ്ങുകളൊക്കെ കണ്ടിട്ടുണ്ടാവും, എന്താണ് താഴത്തേക്ക് തൂക്കിയിട്ടിരിക്കുന്ന ഒരു ട്രാക്ക് പോലെ ഉണ്ടാവും. ആ ട്രാക്കിൽ ഇതേപോലെ കുറേ കേബിൾസ് അടുക്കി കൂട്ടി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ റാക്കുകളിൽ എന്ത് ചെയ്യാം, എയർ റാക്കുകളിൽ തന്നെ സാധാരണ പോലെ തന്നെ ഇങ്ങനെ ചുമരുമെന്ന് സീലിങ്ങുമെന്ന് താഴേക്ക് തൂങ്ങി കിടക്കുന്ന രീതിയിൽ റാക്ക് ഉണ്ടാവും. ആ റാക്കിലൂടെ കൃത്യമായിട്ടുള്ള പാത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ബിൽഡിംഗ് സ്ട്രക്ചേഴ്സിലൂടെ എന്ന് പറഞ്ഞാൽ ചുമരിലൂടെ തന്നെ, അല്ലെങ്കിൽ ചുമരിൻ്റെ ഉള്ളിൽ കൊടുക്കാണ്ട് ഒന്നെങ്കിൽ ചുമരിൽ ഇതേപോലെ പാത്ത് ഉണ്ടാക്കിയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ചുമരിൻ്റെ പുറത്ത് തന്നെ കൃത്യമായിട്ടുള്ള ലൈനിങ്സ് ഒക്കെ വെച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയും മെത്തേഡുകളാണ് പറയുന്നത്, 4 ടൈപ്പ് മെത്തേഡുകൾ. പക്ഷേ ഇങ്ങനെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതിലേതെങ്കിലും ഒരു മെത്തേഡ് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പലതിനും ഡിപ്പെൻഡ് ചെയ്യണം. നമ്മൾ UG കേബിൾസ് ഉപയോഗിക്കാനുള്ള സാഹചര്യം, അതായത് നമുക്ക് ഉപയോഗിക്കേണ്ട സാഹചര്യത്തിൽ ഇതിൽ ഏത് മെത്തേഡ് സാധിക്കുമെന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. ആ മെത്തേഡിൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഡയറക്റ്റ് ഗ്രൗണ്ടിലൂടെ കൊണ്ടുപോകുന്ന മെത്തേഡ് മാത്രമേ പോസിബിൾ ആവൂ എന്നുണ്ടെങ്കിൽ, കാരണം റാക്കുകളോ സീലിങ്ങുകളോ ബിൽഡിങ്സോ ഒന്നും അവൈലബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ സെറ്റപ്പ് ഒന്നും ഉണ്ടാക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഡയറക്റ്റ് ഗ്രൗണ്ടിലൂടെ കൊണ്ടുപോകാൻ തന്നെ സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഗ്രൗണ്ടിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് എടുക്കണം.
ഇത്ര ആഴത്തിലുള്ള അല്ലെങ്കിൽ ഇത്ര വിഡ്ത്തിലുള്ള ട്രെഞ്ചുകൾ നമ്മൾ രൂപപ്പെടുത്തണം. പിന്നെ അതിൽ വേണമെങ്കിൽ ചിലപ്പം കോൺക്രീറ്റ് ലൈനിങ്സ് വെക്കേണ്ടി വരും. കാരണം പുറത്തുനിന്നുള്ള അറ്റാക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ചിലപ്പം ഇത് ദ്രവിച്ചു പോകാനൊക്കെയുള്ള ചാൻസ് കൂടുതലുണ്ട്. അതുപോലെ തന്നെ ഗ്രൗണ്ടിലൊക്കെ ഓർഗാനിസംസ് ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ അറ്റാക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ മണ്ണിലുള്ള അസിഡിറ്റി, സോയിലിൻ്റെ കൊറോഷൻ, കെമിക്കൽ ഏജൻറ്റുകളുടെ പ്രശ്നങ്ങൾ. അപ്പോൾ ഇതൊക്കെ എന്താണ് നമ്മൾ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക, നമുക്ക് ഏത് രീതിയിൽ സാധ്യമാക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ മെയിൻ കാര്യങ്ങൾ നോക്കണം. കാരണം എന്താ വെച്ചാൽ ഇത് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് മെയിൻ്റെനൻസ് ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു സാധനം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്ത പോലെ അങ്ങനെ തന്നെ അവൈലബിൾ ആക്കി വെക്കണം. അപ്പോൾ നമ്മളൊരു സിസ്റ്റം ചൂസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യണം? ദ ചോയ്സസ് ഓഫ് എനി ഓഫ് ദ സിസ്റ്റം ഗിവൺ അബൌവ് ഡിപ്പെൻഡ്സ് ഓൺ. ഈ മേലെ തന്നിരിക്കുന്ന ഏതൊരു സിസ്റ്റം ഡിപ്പെൻഡ് ചെയ്യുന്ന ഇത്രയും കാര്യങ്ങളിലാണ്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആദ്യത്തെ കണ്ടീഷൻ, ഏത് സാഹചര്യത്തിലാണ് നമുക്ക് ഈ ഒരു കേബിൾ സെറ്റപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, അണ്ടർഗ്രൗണ്ട് കേബിൾസ് ഉപയോഗിച്ചിട്ടുള്ളത്. ചിലപ്പോൾ നമുക്ക് ബിൽഡിങ്ങിൽ തന്നെ ആയിരിക്കാം. ചിലപ്പോൾ അതുകൊണ്ട് തന്നെ റാക്കുകൾ കെട്ടിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ബിൽഡിംഗ് സ്ട്രക്ചേഴ്സിലൂടെ തന്നെ കൊണ്ടുപോകാൻ പറ്റും. ചില സമയത്താണെങ്കിൽ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് തന്നെ ഡയറക്റ്റ് പാത്ത് ഫോം ചെയ്യേണ്ടി വരും. അങ്ങനത്തെ ഇൻസ്റ്റലേഷൻ കണ്ടീഷൻ നോക്കണം. പിന്നെ ഇതിൻ്റെ കോസ്റ്റ്, നമ്മളിപ്പോൾ ഒരു മെത്തേഡ് മാത്രമാവില്ല, ഒരു 2ൽ കൂടുതലോ അല്ലെങ്കിൽ 3ൽ കൂടുതലൊക്കെ മെത്തേഡുകൾ നമ്മൾ ഇതിനു വേണ്ടി ചൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും ഇനീഷ്യൽ കോസ്റ്റിങ് കുറവുള്ള രീതിയിൽ അല്ലെങ്കിൽ എക്കണോമിക്കലായിട്ടുള്ള രീതിയിലും കൂടുതൽ സേഫ്റ്റി പ്രിഫർ ചെയ്യുന്ന രീതിയിലും വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് ഇതാണ് പൈസ ചിലവ് കുറവ് എന്ന് പറഞ്ഞിട്ട് ഒരു സേഫ്റ്റി ഇല്ലാണ്ട് എടുക്കാൻ പാടില്ല. ഇനീഷ്യൽ കോസ്റ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, മീൻസ് കുറവായിരിക്കണം, പക്ഷേ എന്ത് വേണം, സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് നമ്മൾ വെക്കുന്ന സാധനത്തിന് അപകടം ഉണ്ടാവാൻ പാടില്ല, മീൻസ് അത് കേടുവരാനും പാടില്ല, അതുമൂലം വേറൊരു വസ്തുവിന് അപകടം ഉണ്ടാവാനും പാടില്ല. അപ്പോൾ ആ സേഫ്റ്റി രണ്ടും എന്തായാലും നോക്കണം. പിന്നെ മെയിൻ്റെനൻസ് ആൻഡ് റിപ്പയർ, ഇടയ്ക്കിടയ്ക്ക് മെയിൻ്റെനൻസ് വരാതിരിക്കാനുള്ള രീതിയിൽ വേണം ചെയ്യാനായിട്ട്. പക്ഷേ ഇനിയിപ്പോൾ ഇൻ സിറ്റുവേഷൻ മെയിൻ്റെനൻസ് വരികയാണെന്നുണ്ടെങ്കിലും അത് ഈസിലി റിപ്പയറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ നമ്മളവിടെ പ്രിഫർ ചെയ്യണം. ഇപ്പോൾ ഉദാഹരണത്തിന് തന്നെ നമ്മൾ മണ്ണിൻ്റെ അടിയിലൂടെ UG കേബിൾസ് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ റോഡ് സൈഡിലൊക്കെ ഇതേപോലെ കുഴിയൊക്കെ ഉണ്ടാക്കിയിട്ട് ചിലപ്പം ഒരു വലിയ വണ്ടി വന്നിട്ട് ഒരു പൈപ്പ് ഇങ്ങനെ കടത്തിവിടുന്ന കാണാം. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ മണ്ണിൻ്റെ അടിയിൽ കൂടെ ആണെങ്കിൽ ഈ UG കേബിൾസ് കടത്തിവിടുന്നെങ്കിലും അതിന് കൃത്യമായിട്ടുള്ളൊരു പാത്ത് അവിടെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കണം. ആ പാത്ത് മീൻസ് ഒരു പൈപ്പ് എന്നുള്ള രീതിയിൽ PVCൻ്റെ നല്ല ഇത് വരുന്ന, അത്യാവശ്യം നല്ല രീതിയിൽ പ്ലാസ്റ്റിക് ക്വാളിറ്റി വരുന്ന PVCൻ്റെ ലൈനിങ് വരുന്ന പൈപ്പായിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ളിലൂടെയാണ് പിന്നെ UG കേബിൾസ് കൊടുക്കുന്നത്. അപ്പോൾ പുറത്തു നിന്ന് വേറെയുള്ള അപകടങ്ങളൊന്നും ഈ കേബിളിന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പൈപ്പും കൂടി ചെയ്യുന്നത്. സാധാരണ നമ്മൾ UG കേബിൾ പറയുമ്പോൾ എല്ലാ പ്രൊട്ടക്ഷനും കൊടുത്തിട്ടാണ് ആ UG കേബിൾ അങ്ങനെ ഉണ്ടാക്കുന്നത്. എന്നിട്ട് അതിന് ശേഷം പിന്നെ നമ്മൾ ലൈനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പുറമെ വേറെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ മെയിൻ്റെനൻസിൻ്റെ ഫ്രീക്വൻ്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് മെയിൻ്റെനൻസ് വരാൻ പാടില്ല. അതുപോലെ തന്നെ റിപ്പയർ ചാർജുകൾ കുറവായിരിക്കണം. ആ രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആയിരിക്കണം നമ്മളെപ്പോഴും പ്രിഫർ ചെയ്യേണ്ടത്. പിന്നെ എന്താണ്, റീപ്ലേസ്മെൻറ്റ് ഓഫ് കേബിൾ ഓഫ് എനി കേബിൾ ഓർ ആഡിങ് ന്യൂ കേബിൾസ് ഓർ ദ ഫ്യൂച്ചർ. അപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ കേബിൾ ആഡ് ചെയ്യണമെന്നെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള കേബിൾ ഒഴിവാക്കണം എന്നുണ്ടെങ്കിലോ, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് അതും കൂടെ ആലോചിക്കുന്ന രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ ആയിരിക്കണം നമ്മൾ വേണ്ടത്. ഇപ്പോൾ ഒരു കുഴി എടുത്തിട്ടുള്ളതാണെങ്കിലും അല്ലെങ്കിൽ ഒരു ട്രെഞ്ചോ അല്ലെങ്കിൽ ട്രാക്കോ, ഇപ്പോൾ അതിനെന്താ പറയുക, ട്രെഞ്ചൊക്കെ ടണലോ ഒക്കെ നമ്മൾ നിർമ്മിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൽ ആ ഒരു കേബിളിൽ കൊള്ളുന്ന രീതിയിൽ മാത്രമല്ല ഒരു 2-3 കേബിൾ ഫ്യൂച്ചറിൽ നമ്മൾ ആഡ് ചെയ്യേണ്ട സമയത്തോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയൊക്കെ ആലോചിച്ചിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കറക്റ്റായിട്ടുള്ള രീതിയിലുള്ള ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ്റെനൻസ് എന്നല്ല, മെത്തേഡ്സ് ഓഫ് UG കേബിൾസ് ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ മെത്തേഡ്സ് എന്ന് പറയുന്ന ആദ്യത്തെ 4 എണ്ണമാണ്. പക്ഷെ ആ 4 എണ്ണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, അവിടെ പ്രിഫർ ചെയ്തിട്ടുണ്ടായിരിക്കണം ഏതെല്ലാമാണ് മെയിനായിട്ട് വേണ്ടത് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ഇത്രയാണ് പറയുന്നത്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക് യു.